ദക്ഷ അവൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയുന്നതിനൊപ്പം അവൻ്റെ ഉള്ളിൽ പതിഞ്ഞ മുഖം കൂടെ വെളിപ്പെടുത്തിയതും ബദ്രയാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ നേത്രയെ അവന് ഇഷ്ടമായി, ഒരുപക്ഷെ ദച്ചുവിനേക്കാൾ. ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധം അപ്പോൾ അവൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, അവൾ എങ്ങനെയും സ്വന്തമാക്കണമെന്ന വാശയും ഉള്ളിലുടലെടുത്തു. പിന്നെയുള്ള ഓരോ രാവും ഉറക്കമില്ലാത്തതായിരുന്നു. ദച്ചുവിനോട് കൂടുതൽ സംസാരിക്കാനോ അവളെ കാണാനോ അവൻ കൂട്ടാക്കിയില്ല. അതുപോലെ തന്നെ ദക്ഷിൽ നിന്ന് നേത്രയെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ അവനോട് പോലും വല്ലാതെ ദേഷ്യമായിരുന്നു ബദ്രയ്ക്ക്. ആ ദേഷ്യവും വാശിയും കൊണ്ടെത്തിച്ചത് ഇഷാനിക്ക് മുന്നിലും. ഏട്ടൻ എന്തേ പറയുന്നത്? എന്നെ നേത്രയുടെ ഏട്ടൻ പ്രണയാണെന്നോ? അവൾ വിശ്വാസം വരാത്ത പോലെ ചോദിക്കുമ്പോൾ അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, അതെ മോളെ, പക്ഷേ എനിക്കിവിടെ മോളുടെ സഹായം വേണം. കാരണം മോള് പറഞ്ഞത് വെച്ച് അത്ര പെട്ടെന്നൊന്നും എനിക്ക് അവളെ കേട്ടില്ല. പക്ഷേ മോളേട്ടൻ പറയുന്ന പോലെ ചെയ്താൽ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. വല്ലാത്തൊരു കുടിലതയോട് അവനത് പറയുമ്പോൾ അവളിലൊരുത്തരം സംശയമായിരുന്നു. ഏട്ടനെ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയേ. പിന്നെ ബദ്രി പറഞ്ഞത് തിരക്കഥ തന്നെയായിരുന്നു. ഇല്ലാത്ത അസുഖമുണ്ടെന്ന് പറഞ്ഞ് നേത്രയെ വിശ്വസിപ്പിക്കണമെന്നും അവളെ എങ്ങനെയും അവൻ്റെ അടുത്ത് എത്തിക്കണമെന്നും അതുപോലെ തന്നെ വീട്ടുകാരെ കൊണ്ട് ഇതിനൊക്കെ സമ്മതിപ്പിക്കണമെന്നും എല്ലാം കേൾക്കി അവളിലൊരു ഞെട്ടൽ തന്നെ ഉളവായി. പക്ഷേ അവളെയും പറഞ്ഞ് സമ്മതിപ്പിച്ചു ബദ്രി. ഒടുവിൽ അവൻ്റെ പ്ലാൻ പോലെ വീട്ടുകാരുടെ സമ്മതത്തോടെ നേത്രയെ അവിടെ എത്തിച്ചു. പിന്നെ നടന്നതെല്ലാം ബദ്രിയുടെ പ്ലാനായിരുന്നു. അവളുടെ മനസ്സിലൊരു ചായ ഉണ്ടാക്കിയെടുക്കാൻ മനഃപൂർവ്വം തന്നെയാണ് ബദ്രി ദച്ചു എന്ന പേര് അവളോട് പറഞ്ഞത്. ശേഷം നേത്ര ഇത് സംശയമായി ഷാനിയോട് ചോദിക്കുമ്പോൾ ബദ്രി പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അവൾക്ക് പറയേണ്ടി വന്നു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് രാഹുൽ അവനെ കാണാൻ തറവാട്ടിലേക്ക് വന്നുവെങ്കിലും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവിടെയുള്ളവർ അവനെ മടക്കി അയക്കുമ്പോൾ ഒരു ചുവരിനപ്പുറം ബദ്രി ഉണ്ടായിരുന്നു കാഴ്ചക്കാരനായി. പിന്നെയുള്ള ഓരോ ദിവസവും ബദ്രി വളരെ ശക്തമായി തന്നെ അവളുമായി അടുത്തു. അവളുടെ മനസ്സിൽ കയറി കൂടാനായി അവൻ തന്നാൽ കഴിയും വിധമൊക്കെ ചെയ്തു. ഒടുവിൽ അവൻ്റെ അഭിനയമായിരുന്ന അസുഖം മാറിയെന്നത് അതിന് പണം കൊടുത്ത് സ്വാധീനിച്ച ഡോക്ടറും അതിനുശേഷം അവൾ തറവാടിലേക്ക് പരാതിയായതും ബദ്രി തന്നെ അവളെ തിരക്കിയിറങ്ങി. ഒടുവിൽ അവളെ കണ്ടുമുട്ടുകയും ചെയ്തു. പിന്നെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അവൾ അവൻ്റെ വരുതിയിലാക്കുമ്പോഴും വല്ലാത്തൊരു പ്രണയമായിരുന്നു ബദ്രിക്ക് അവളോട്. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത അത്രക്കും ഭ്രാന്ത്. എന്നാൽ രാഹുലിൽ നിന്നും പറഞ്ഞ ദക്ഷിൻ്റെ മടങ്ങി വരവ് ബദ്രിയെ വല്ലാതെ ഭയപ്പെടുത്തി. ഒടുവിൽ അവൻ അതിന് പ്രതിവിധി കണ്ടെത്തി. അതായത് നേത്രയെ പൂർണ്ണമായി സ്വന്തമാക്കുക എന്നത്. അതിലും വിജയം കണ്ടെത്തിയ ബദ്രി പിന്നെ നേത്രയെ കൈവിടാൻ ഒരുക്കമായിരുന്നില്ല. പക്ഷെ അപ്പോഴും അവൻ മനഃപൂർവ്വം ആഘോഷിച്ചത് അവൻ്റെ മുഖമായിരുന്നു, തന്നെ അത്രയേറെ സ്നേഹിക്കുന്ന ദക്ഷിൻ്റെ മുഖം. എല്ലാം ഒരു തരം മരവിപ്പോടെയാണ് ദക്ഷ കേട്ടു നിന്നത്. ഒരു വേള അവൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞു. അതൊരിക്കലും നേത്രയെ ഓർത്തായിരുന്നില്ല, പകരം ബദ്രിയെ ഓർത്തായിരുന്നു. ഒരു കൂടപ്പിറപ്പിനെ പോലെ ഇത്രയും സ്നേഹിച്ച അവനിൽ നിന്നും ഏറ്റ മുറിവ് ദക്ഷിണ അത്രത്തോളം തളർത്തിക്കളഞ്ഞു. ഒന്നും എനിക്ക് അറിയില്ലായിരുന്നടാ. അറിഞ്ഞിരുന്നെങ്കിൽ ഉടനെ നിന്ന് ഞാൻ വിവരം അറിയിക്കുമായിരുന്നു. പക്ഷെ വൈകിപ്പോയി ഞാൻ. ഒരു സൂചന പോലും അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവൻ എന്നെയും ചതിച്ചു. രാഹുൽ അവൻ്റെ തോളിൽ കൈയമർത്തിക്കൊണ്ടത് പറയുമ്പോൾ അതേ ഇരിപ്പായിരുന്നു ദക്ഷ. പോകുന്നതിന് മുമ്പേ നീ എന്നോട് പറഞ്ഞില്ലേ അവനെ തനിച്ചാക്കരുതെന്ന്? നീ ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. നിന്റെ ആ ഒറ്റ വാക്കാ എന്നെങ്ങനെ പിടിച്ചു നിർത്തിയത്. ഇല്ലെങ്കിൽ പലതും ഞാൻ അവസാനിപ്പിച്ചേനെ. പൊട്ടിത്തെറിക്കുകയായിരുന്നു രാഹുൽ. ഇനി നീ പറയും എന്താ ഞാൻ ചെയ്യേണ്ടത്? വെറുത്തു പോയടാ, സത്യം അത്രയും ഞാൻ അവനെ വെറുത്തു പോയി. നിന്നോട് ചെയ്തതും ആ പാവം പെണ്ണോട് ചെയ്തതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല അവൻ അനുഭവിക്കേണ്ടത്, ഇതിലും വലുതാണ്. രാഹുൽ! നിമിഷ നേരം കൊണ്ട് ദക്ഷിൻ്റെ അലർച്ച അവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടി. വേണ്ട, അവനൊന്നും പറയണ്ട. വല്ലാതെ ഇടറിപ്പോയിരുന്നു ആ വാക്കുകൾ. രാഹുലിന് അത്ഭുതമാണ് തോന്നിയത്. തൻ്റെ ഉള്ളിൽ ബദ്രിയോടുള്ള ദേഷ്യം പോലും ദക്ഷിണ ഇല്ല എന്ന് അവന് തോന്നി. അല്ലെങ്കിൽ ദക്ഷ അങ്ങനെയാണ്, പുറമെ കാണുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ വെറും ശുദ്ധൻ. നമുക്കിനി ഇവിടെ പറഞ്ഞു വന്നത് പാതി നിർത്തി രാഹുൽ. അത് കേട്ടാവണം ദക്ഷ മുഖമുയർത്തി അവനെ നോക്കുമ്പോൾ കാണുന്നത് വേറെ ഇങ്ങോട്ട് ഒരു തരം ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന അവനെയാണ്. അവൻ്റെ ആ നോട്ടത്തെ പിന്തുടർന്ന ദക്ഷും അവിടേക്ക് നോക്കുമ്പോൾ കണ്ടു വല്ലാത്തൊരു തരം ഞെട്ടലോടെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന നേത്രയെ. ആ കാഴ്ച അവനിലും ഒരു ഞെട്ടലുളവാക്കി. തലക്ക് വല്ലാത്ത ഭാരം പോലെ തോന്നിയതും അവൾ തൻ്റെ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു. കണ്ണുകളിൽ ആദ്യം തെളിഞ്ഞത് മുകളിൽ കറങ്ങുന്ന ഫാനാണ്. മിഴികൾ ചിമ്മിക്കൊണ്ട് അവൾ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ കണ്ടു തനിക്കരികിലായിരിക്കുന്ന ദക്ഷിന്. അവൻ്റെ കണ്ണുകളും അവളിലാണ്. പക്ഷേ നിർവചിച്ചറിയാൻ കഴിയാത്ത ഭാവമാണ് ആ കണ്ണുകളിൽ നിന്ന് തോന്നിയവൾക്ക്. ഉള്ളിലേക്ക് മിഴിവോടെ പലതും വിരിച്ചെത്തുമ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ അമർത്തിയടച്ചു. നേത്ര, ഞാൻ ദക്ഷെന്തോ പറയാനായി ഒരുങ്ങിയതും നേത്ര അവനെ കൈയുയർത്തി തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് കേൾക്കണമെന്നില്ല. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തമായി അറിയാം. അയാളെ ന്യായീകരിക്കുന്ന ഒന്നും ഇനി നേത്രയ്ക്ക് കേൾക്കണ്ട. ഉറച്ചതായിരുന്നു അവളുടെ ആ വാക്കുകൾ. ഒരു വേള ദക്ഷ അവളെ തന്നെ നോക്കിയിരുന്നു. എന്നോട് ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചു തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇത് പൊറുക്കാൻ കഴിയില്ല എനിക്ക്. ചതിയല്ല എന്നോട് കാണിച്ചത്. എനിക്ക് സംസാരിക്കണം അയാളോട് ഇപ്പം ഈ നിമിഷം.
അതും പറഞ്ഞവൾ കിടന്നിടത്ത് ചാടി എഴുന്നേറ്റതും ദക്ഷ ഒന്ന് ഞെട്ടി. നേത്ര, താൻ എന്താ ഈ കാണിക്കുന്നത്? തൻ്റെ ബോഡി ഇപ്പോൾ വളരെ വീക്കാണ്. സോ റെസ്റ്റ് വേണം. പിന്നെ അവനെ കണ്ട് താനിപ്പോൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അവൻ്റെ ആരോഗ്യം അത്രയും മോശമാണ്. അവൻ്റെ ആ വാക്കുകൾ കേൾക്കെ നേത്രയൊന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത്രയും സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്ന ആൾ തന്നെ തന്നെ ചതിച്ചെന്നറിഞ്ഞിട്ടും വീണ്ടും അതേ ആൾക്ക് വേണ്ടി തന്നോട് സംസാരിക്കുന്ന അവനെ ഒരു അത്ഭുതത്തോടെയാണ് അവൾ നോക്കിക്കണ്ടത്. തൻ്റെ ഈ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകും നേത്ര, പക്ഷേ വെറുക്കാൻ എനിക്ക് കഴിയില്ലടോ. കാരണം അവൻ ഞാൻ കണ്ടതൊരു ഫ്രണ്ടായി അല്ല, മറിച്ച് ഈ ഞാൻ തന്നെയാണ് അവൻ. ന്യായീകരിക്കുന്നതല്ല ഞാൻ അവനെ. ദേഷ്യമുണ്ടോ ആവോളം? ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അറിയില്ല. അവനെ വെറുക്കാൻ എനിക്ക് അറിയില്ല. പിന്നെ ഇനി തന്നോട് പറയാം, അവൻ ചെയ്തതെല്ലാം തനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതാണെന്ന് അറിയാം. പക്ഷേ താനൊന്ന് ഓർക്കണം, അവനിതെല്ലാം ചെയ്ത് തനിക്ക് വേണ്ടിയാണ്. തന്നോടുള്ള ഭ്രാന്തമായ സ്നേഹം കൊണ്ട് അതിനെ പഴിക്കാൻ തനിക്ക് കഴിയോടൂ. അവൻ്റെ ആ ചോദ്യത്തിന് നേത്രയുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. അവളൊരു നിമിഷം മൗനത്തെ കൂട്ടുപിടിച്ചു. അത് കണ്ട് ദക്ഷ വീണ്ടും തുടർന്നു. എന്ത് ചെയ്യുമ്പോഴും താനൊന്ന് ഓർക്കണം, നിങ്ങളുടെ മകൾ, അവളുടെ അച്ഛൻ ബദ്രിയാണ്. ആ കുഞ്ഞിന് അച്ഛൻ വേണം. അത് നിഷേധിക്കാൻ തനിക്കെന്നല്ല ആർക്കും അവകാശമില്ല. മതി! അത്രയും നേരം ശാന്തമായി നിന്ന് നേത്രയിൽ പെട്ടെന്നായിരുന്നു ദേഷ്യം കുമിഞ്ഞു കൂടിയത്. അവളുടെ ആ ഭാവം കണ്ട് ദക്ഷ കണ്ണുകൾ ചുരുക്കി അവളെ ഒന്ന് നോക്കി. അവൾ എൻ്റെ കുഞ്ഞാ, അവൾ ഞാൻ കഴിഞ്ഞേ ഉള്ളൂ മറ്റാർക്കും അവകാശം. പിന്നെ ജനിപ്പിച്ചാൽ മാത്രം ആരും അച്ഛനാവില്ല. അത് പറയാൻ പോലുള്ള യോഗ്യത അയാൾക്ക് ഇല്ല. എൻ്റെ മോള് പോലും അയാളുടെ ചതിയുടെ ഭാഗമാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം നന്നേ ഇടറി പോകുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകിയിറങ്ങി. ദക്ഷ ഒരു തരം അസ്വസ്ഥതയോടെ അത് നോക്കിക്കണ്ടു. അയാളിപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം പോലും ആത്മാർത്ഥ സ്നേഹമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? വീണ്ടും മനസ്സിൽ പലതും കണക്ക് കൂട്ടി എന്നെ ചതിക്കുമല്ലെന്ന് ഉറപ്പ് തരാൻ കഴിയുമോ നിങ്ങൾക്ക്? എനിക്ക് ഉറപ്പ് തരാൻ കഴിയും നേത്ര. അവന് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ്. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഈ എന്നെ പോലും ചതിക്കില്ല എന്നവൻ. വല്ലാത്തൊരു ഉറപ്പായിരുന്നു അവൻ്റെ ആ വാക്കുകൾക്ക്. ദക്ഷ്! പെട്ടെന്നാണ് രാഹുൽ വേഗത്തിൽ അകത്തേക്ക് കയറി വന്നത്. അതും വല്ലാത്തൊരു വെപ്രാളത്തോടെ. എന്താടാ നീ എന്താ വല്ലാതിരിക്കുന്നത്? എടാ ഡോക്ടർ വിളിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് വേഗം വന്നേ. രാഹുൽ അതിന് മറുപടി പറയാതെ അവരെ നോക്കാതെയും അത്രയും പറഞ്ഞുകൊണ്ട് അതേ വേഗത്തിൽ പുറത്തേക്ക് പായുമ്പോൾ അവരിവരും പരസ്പരം നോക്കി. ശേഷം വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ഒരുതരം വിറയലോടെയാണ് നേത്ര ഡോക്ടറുടെ റൂമിലേക്ക് കയറിയത്. അവൾക്ക് എന്തെന്നില്ലാത്ത ഭയം ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു. ഡോക്ടർ കാണണമെന്ന് പറഞ്ഞത് ദക്ഷാണ് സംസാരത്തിന് തുടക്കമിട്ടത്. എന്നാൽ അത് കേട്ടാൽ രാഹുലിനെ നോക്കി. സോറി ഡോക്ടർ, ഞാനൊന്നും ഇതുവരെ പറഞ്ഞില്ല. ഡോക്ടർ തന്നെ. അവൻ വല്ലായ്മയോടത് പറഞ്ഞു നിർത്തുമ്പോൾ ദക്ഷ തീർത്തും വല്ലാത്തൊരു ഭാവത്തിൽ തന്നെ അവനെ നോക്കി. എന്നാൽ രാഹുൽ അവനെ നോക്കാതെ വേറെ എങ്ങോ ദൃഷ്ടി ഊന്നിയിരുന്നു. ഓക്കെ മിസ്റ്റർ ദക്ഷ്, എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എങ്കിൽ ക്ഷമയോടെ കേൾക്കുക. ഒരു മുഖവരെ എന്നോണം അയാളത് പറയുമ്പോൾ നേത്രയുടെ നെഞ്ചിരിപ്പ് വല്ലാണ്ട് ഉയർന്നു. കൈകൾ കൂട്ടിപ്പിടിച്ച് അവൾ എങ്ങനെയൊക്കെയായിരുന്നു. ആളുടെ കണ്ടീഷൻ വളരെ വളരെ മോശമാണെന്ന് മാത്രമല്ല, ഓരോ നിമിഷം കഴിയുന്തോറും അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഒരു ചാൻസ് പോലും പറയാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയാത്ത അവസ്ഥയാണ്. അയാളുടെ ആ വാക്കുകൾ അവരിലൊരു വലിയ ഞെട്ടൽ തന്നെ ഉളവായി. നേത്ര തറഞ്ഞിരുന്നു പോയി. ഡോക്ടർ! ഒരു നഴ്സ് അകത്തേക്ക് വേഗത്തിൽ വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. ഡോക്ടർ ഒന്ന് വരാവോ? ആളുടെ അവസ്ഥ ഇപ്പോൾ ക്രിട്ടിക്കലാണ്. അത് കേട്ടതും ഡോക്ടർ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. കൂടെ രാഹുലും ദക്ഷു. എന്നാൽ നേത്ര എപ്പോഴും ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവിടെ ഇരുന്ന് പോയി. അരമണിക്കൂർ പിന്നിടുമ്പോൾ ഡോക്ടർ ഐസിയുവിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. രാഹുലും ദക്ഷും വേഗം അയൽക്കടുത്തേക്ക് പോകുമ്പോൾ നേത്ര മാത്രം ഏതോ ലോകത്തെന്ന പോലെ ചുമരിൽ ചാരി ദൂരെ എങ്ങോ നോക്കി നിന്നു. ഡോക്ടർ, അവനിപ്പോൾ എങ്ങനെയുണ്ട്? വല്ലാത്തൊരു ഉച്ചയോടെയാണ് ദക്ഷ അത് ചോദിച്ചത്. അത് കേട്ടൊരു പുഞ്ചിരിയോട് അവനെ നോക്കി അവർ. എല്ലാവരുടെയും പ്രാർത്ഥന ഈശ്വരന് കേട്ടെന്ന് തന്നെ പറയാം. മെഡിസിൻ അയാളുടെ ശരീരമായി പ്രതികരിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൂചനയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യൂ, ഇനിയൊന്നും വരില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അത്രയും പറഞ്ഞ് ദക്ഷിൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ദക്ഷി തലയടിച്ച് അവളെ നോക്കി. ദൂരെ എങ്ങോണ് ആ ദൃഷ്ടി പോകുന്നതെങ്കിലും കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ഒഴുകി ഇറങ്ങുന്നുണ്ട്. ആ കാഴ്ച അവനിൽ വല്ലാത്തൊരു നോവ് തീർക്കുമ്പോൾ അവൻ വേഗം അവളിൽ നിന്ന് ഓട്ടം മാറ്റി. പാവം, എല്ലാം കൂടെ എങ്ങനെ താങ്ങാൻ കഴിയുന്നു അവോദിനെ. ഈ സമയത്ത് പറയാൻ പാടണമെന്ന് അറിയില്ല ദക്ഷ്, എങ്കിലും പറഞ്ഞു പോകുമോ? നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവളിപ്പോൾ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നിന്റെ പെണ്ണായി നിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അവൻ്റെ ആ വാക്കുകൾ വല്ലാത്തൊരു ഞെട്ടലോടെയാണ് അവൻ കേട്ടത്. നെഞ്ചിൽ വല്ലാത്ത നീറ്റിൽ പടരുന്നത് അവൻ അറിഞ്ഞു കഴിഞ്ഞു. വീണ്ടും അവൻ്റെ മുഖം അവൾക്ക് നേരെ നീങ്ങുമ്പോൾ ഉള്ളിൽ എവിടെയോ അവളെ നേടുന്ന വാശി തലപോക്കുന്നത് അവനൊരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ദക്ഷ്! രാഹുലിൻ്റെ ആ വിളി ശബ്ദമാണ് ദക്ഷിൻ്റെ അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. നീ ഇനി വിചാരിച്ചാലും മതിയടാ, അവളെ നിനക്ക് കിട്ടില്ലേ? ഡാ
നീ എന്തൊക്കെ ഈ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നമ്മുടെ ബദ്രയുടെ ഭാര്യയാണ് അവള്, അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. രാഹുലിൻ്റെ മുഖത്ത് നോക്കാന്ന് ദക്ഷത് പറഞ്ഞൊപ്പിക്കുമ്പോൾ രാഹുൽ അവൻ്റെ മുന്നിലേക്ക് കയറിയെന്നുകൊണ്ട് ചോദിച്ചു, എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ കഴിയും ദക്ഷ്, അവളിപ്പോൾ നിൻ്റെ മനസ്സിലില്ലെന്ന്, അവൾ നീ പൂർണ്ണമായും മറന്ന് കഴിഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്നെ ഈ കാര്യവും പറഞ്ഞ് ഞാൻ നിർബന്ധിക്കില്ല. കൈ രണ്ടും മാറിൽ പിടിച്ച് കെട്ടി നിന്നുകൊണ്ട് രാഹുൽ അത് ചോദിക്കുമ്പോൾ അവനെ നോക്കാൻ കഴിയാതെ മുഖം മാറ്റി കളഞ്ഞു ദക്ഷ്. അത് കാണുക ഒരു പുഞ്ചിരി വിരിഞ്ഞു രാഹുലിൻ്റെ ചുണ്ടിൽ. നീ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ദക്ഷ്, നിനക്ക് അവൾ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന്. കാരണം അത്രയും നീ അവളെ സ്നേഹിച്ചിരുന്നു, നിൻ്റേതാണെന്ന് നീ വിശ്വസിച്ചു. ഇപ്പോൾ ബദ്രയ്ക്ക് വേണ്ടി നീ അവളെ മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീ കുടിച്ചു മൂടിയത് പലതും അവളുടെ സാമീപ്യത്തിൽ പുറത്ത് വരുന്നുണ്ട് അല്ലേ? ഒരു ചോദ്യം രൂപേണ രാഹുൽ അത് ചോദിക്കുമ്പോൾ ദക്ഷ് മറുപടി പറയാൻ കഴിയാത്തതുപോലെ നിന്നുപോയി. അവൻ ചെയ്തതിൻ്റെയൊക്കെ ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിക്കുന്നത്. അതിൽ നിനക്കൊരു സങ്കടവും വേണ്ട. കാരണം നിന്റെ നെഞ്ചിൽ ചവിട്ടിയാ അവനവളെ നേടിയത്. തിരിച്ച് നിനക്കും അത് കാണിക്കാനുള്ളൊരു അവസരമാണ് ദക്ഷിയത്. അവളെ നേടാൻ ഈശ്വരനായി തനിക്കൊരു അവസരം തന്നതാണെങ്കിൽ ഒരിക്കൽ നീ അവൾ അവന് കൊടുത്തു, അതും നിന്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ട്. പക്ഷേ വേദനകൾ മാത്രമേ അവൻ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ ഈ നിമിഷം വരെ. ഇനിയും അതിനെ ഇങ്ങനെയിട്ട് കൊല്ലാക്കൊല ചെയ്യണോ വേണ്ടിയോ എന്ന് നീ തന്നെ ആലോചിക്ക്. ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടാവും കുറച്ച് മുന്നേ വരെ അല്ലിമോളുടെ കാര്യം പറഞ്ഞ് നിന്നെ പിന്തിരിപ്പിച്ച് എനിക്കിതെന്ത് പറ്റിയെന്ന്. ആലോചിച്ചു ഒരുപാട്. ആ പാവം പെണ്ണിനെ കണ്ടിട്ട് സഹിക്കുന്നില്ലടാ. നീ വിചാരിച്ച നിങ്ങളിൽ ഒരാളല്ല, രണ്ടുപേരും ഹാപ്പിയാകും. എങ്കിൽ എനിക്കതിലപ്പുറം ഒന്നുമില്ല. ഇനി നീ തന്നെ തീരുമാനിക്കും നിന്റെ പെണ്ണിനെ നിനക്ക് വേണോ വേണ്ടിയോ എന്ന്. അത്രയും അവൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടുന്ന് പോയി. എന്നാൽ ആകമല്ലാത്തൊരവസ്ഥയിലായിരുന്നു ദക്ഷ്. എന്ത് തള്ളണം എന്ത് കൊള്ളണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ വാദപ്രതിപാദനം നടക്കുന്നുണ്ടായിരുന്നു ആ നേരം. തനിക്ക് കഴിയൂ തൻ്റെ ബദ്രയെ ചതിക്കാൻ? ഇല്ല, എന്നെ കൂടെ നിനക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ ഞാനും അവനും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു വേള അവൻ്റെ കണ്ണുകൾ നേത്രയിലേക്ക് നീളുമ്പോൾ ഇത്രയും നേരമുണ്ടായിരുന്ന ഭാവമായിരുന്നില്ല അവന്. ഒറ്റ നിമിഷം കൊണ്ടായിരുന്നു മാറി വന്നത്. താനല്ലേ ആദ്യം അവളെ സ്നേഹിച്ചത്? താനല്ലേ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത്? തന്നെ ചതിച്ചല്ലേ ബദ്രി അവളെ നേടിയത്? പിന്നെ താനായി എന്തിന് അവളെ ഇനി വിട്ടുകൊടുക്കണം? ഇല്ല, എനിക്ക് വേണം, എനിക്ക് വേണം എൻ്റെ നേത്രയെ. സർവവും മറന്ന് വാശിയുടെ അവനത് പുലമ്പുമ്പോൾ അവൻ്റെ കണ്ണിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നേരം. ത്രിനേത്രയുടെ മുഖം, തലച്ചോറിൽ രാഹുലിൻ്റെ വാക്കുകളും. പ്രണയം മനുഷ്യനെ സ്വാർത്ഥനാക്കും, അത് മനുഷ്യൻ പോലും അറിയാതെ.